മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. നാളെ വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡി കാലാവധി. പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. അതേസമയം വേടന്റെ തൃപ്പൂണിത്തറയിലുള്ള ഫ്ളാറ്റിൽ തെളിവ് ശേഖരണവും നടക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പുലിപ്പല്ല് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് വിടുകയാണല്ലോ റാപ്പർ വേടനെ. അത് വനം വകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഈ റാപ്പർ വേടൻ താമസിച്ച ഫ്ളാറ്റിൽ ഇപ്പോൾ പരിശോധനകളും പുരോഗമിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. ഫ്ളാറ്റിലെ തെളിവ് ശേഖരണം കൊണ്ടുള്ളത് അവിടുത്തെ തെളിവ് ശേഖരണം നടക്കുകയാണ്. അതിനുശേഷം നാളെ ആയിരിക്കും ഈ തൃശ്ശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചുകൊണ്ടുള്ള തെളിവ് എടുപ്പ് നടത്തുക. കാരണം ഈ പുലിപ്പല്ല് അത് ലോക്കറ്റ് മാതൃകയിലാക്കിയത് തൃശ്ശൂരിലെ ജ്വല്ലറിയിലാണ്. അതുകൊണ്ട് തന്നെ വേടനെ അവിടെ എത്തിച്ചും തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം വനംവകുപ്പ് അഭിഭാഷക കോടതിയിൽ, അതായത് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചുവെങ്കിലും നാളെ വൈകുന്നേരം 5 മണി വരെ മാത്രമേ കോടതി കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും നാളെ തന്നെ ഈ തെളിവ് ശേഖരണം എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് 5 മണിക്ക് മുൻപ് തന്നെ വേടനെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം റിമാൻഡ് അടക്കമുള്ള നടപടികളും പൂർത്തീകരിക്കുകയും ചെയ്യും. ജാമ്യാപേക്ഷ നിലവിൽ മെയ് 2-ന് പരിഗണിക്കാനായിട്ട് കോടതി മാറ്റിയിരിക്കുകയാണ്. മെയ് 2-ാം തീയതി വേടന്റെ ജാമ്യാപേക്ഷ പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച സമയത്ത് വേടൻ ഉന്നയിച്ച ഒരു വാദം, അല്ലെങ്കിൽ ഒരു അവരുടേതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് പറഞ്ഞത്, ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് തനിക്ക് അറിവില്ലായിരുന്നു. ആരാധകനായിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് സമ്മാനം നൽകിയതാണ്. അത് മാത്രമല്ല, ഈ പുലിപ്പല്ല് അത് യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലമൊന്നും തന്നെ ഈ പറയുന്ന വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദമായിരുന്നു വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും കസ്റ്റഡിയിൽ വേണമെന്നുള്ള വനംവകുപ്പിന്റെ ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നാളെ വൈകുന്നേരം 5 മണി വരെ കസ്റ്റഡിയിലേക്ക് വേടനെ വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിനിടയിൽ തന്നെ എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. ഈ പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ ജ്വല്ലറിയിൽ അടക്കം വേടനെ എത്തിച്ചുള്ള തെളിവ് ശേഖരണമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ വനംവകുപ്പ് സ്വീകരിക്കുക. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസ് വനംവകുപ്പിന് വേടനെ കൈമാറിയത്. സ്റ്റേഷൻ ജാമ്യത്തിൽ കഞ്ചാവ് കേസിൽ അത് വിട്ടതിന് ശേഷമായിരുന്നു വനംവകുപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഈ വനംവകുപ്പ് ഇന്നലെ രാത്രിയും ഇന്നും രാവിലെയും ചോദ്യം ചെയ്തിരുന്നു. അതിനിടയിൽ കിട്ടിയ ഒരു മൊഴിയാണ് മലേഷ്യൻ പ്രവാസിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിയിൽ നിന്നാണ് തനിക്ക് ഈ പുലിപ്പല്ല് ലഭിച്ചതെന്നുള്ള വേടന്റെ മൊഴി. ഇതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ഈ രഞ്ജിത്ത് കുമ്പിടിക്ക് എങ്ങനെയാണ് പുലിപ്പല്ല് ലഭിച്ചത്, അത് മൃഗവേട്ടയുടെ അടിസ്ഥാനത്തിലാണോ തുടങ്ങിയ കാര്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാ കുറ്റം അതടക്കം വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് വേടനെതിരെ നിലവിൽ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. ജാമ്യം ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ വൈകുന്നേരം 5 മണി വരെ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും. തെളിവ് ശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ട് നടത്തുകയും ചെയ്യും. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്, ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശേഖരിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ രേഖകൾ അടക്കം പരിശോധിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും നിലവിൽ നാളെ വൈകുന്നേരം 5 വരെയാണ് റാപ്പർ വേടന്റെ കസ്റ്റഡി.